ഹലോ ഫ്രണ്ട്സ്, ലിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിടക്കാച്ചി വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ക്രോഷ്യ വെച്ചുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ പേടിച്ചു പോയല്ലേ? പേടിക്കണ്ട, നിങ്ങളെ പേടിപ്പിക്കാൻ സമ്മതിക്കില്ല ഫ്രണ്ട്സ്. നിങ്ങൾ പോകുമ്പോൾ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പോണേ പ്ലീസ് കേട്ടോ ഫ്രണ്ട്സ്. പേടിക്കണ്ട, ഞാൻ പേടിച്ചിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. എനിക്ക് വിഷമമാണ്, എനിക്കിതുവരെ ആരും ഒന്നും തന്നിട്ടില്ല. ഇതുവരെ 9 സബ്സ്ക്രൈബേഴ്സും ലൈക്കും ഒക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണേ പ്ലീസ്. എൻ്റെ മുത്തുക്കളാണ്. ഞാനേ ഇവിടെ ഫ്രണ്ട്സ്, ഞാൻ ക്രോഷ്യ വെച്ചുണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇത് ഫസ്റ്റ് ഒരു ബാഗ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കളറായിട്ടുണ്ട്. ഇതെന്താന്നല്ലേ? അതെ, ഇങ്ങനെ നല്ലതേലും ഇടാം. എന്നിട്ട് തിരിച്ച് ഇങ്ങനെ സിബ് പോലെ, ഇങ്ങനെ സിബില്ലാതുകൊണ്ട് ഇങ്ങനെ വെച്ചതാണ്. പിന്നെ രണ്ടാമത്തത് കാണിച്ചു തരാം. അയ്യോ അമ്മച്ചിയെ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തായാലും ചുമ്മാ ഇരിക്കുമ്പോഴല്ലേ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്? അല്ലേ മക്കളെ? ഞാനും ഇടയ്ക്ക് ചൊറിയ കുത്തിയിരിക്കുമ്പോഴാണ് വീഡിയോസ് കാണാറുള്ളത്. അതുപോലെ നിങ്ങളും കാണാറില്ലേ? പിന്നെ ഇതാണ് നോക്കിയിട്ടുള്ളത്. അതിനകത്ത് ഞാൻ സിബ് അതിനകത്ത് ഓക്കെ. നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോഴല്ലേ ഈ ഓരോരോ വീഡിയോസ് കാണുന്നതും ക്രോഷ്യ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നതും. അതുപോലെ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾ മാത്രം ഒന്നും ചെയ്യുന്നില്ല, ഒന്ന് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് പക്ഷെ പകുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പം കാണിച്ചു അടി പോയിട്ട് എടുത്തിട്ട് ഫ്രണ്ട്സ്. ബുക്കത് പകുതി ഉണ്ടാക്കിയിട്ട് കുളമായിട്ടു, മൊത്തം കുളമായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും റിപ്പീറ്റ് ചെയ്യാൻ പറയുക, ചെയ്യണേ ചേട്ടൻ പോകുള്ളൂ. പിന്നെ ഈ ബുഷ് വെച്ച ഒരു പ്രശ്നമുണ്ട്. ഇത് ബുഷാണ്, പക്ഷെ ഞാൻ ഇത് വെച്ചാൽ എൻ്റെ കയ്യിൽ മറ്റു ടൈപ്പിൽ ഒരു ബുഷ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. പിന്നെ ഒരു റോസാക്കമ്പ് ഞാൻ ചെയ്തായിരുന്നു. അതെൻ്റെ കൊച്ചു കുരുപ്പത്തി ചെയ്തതാണ്, കളഞ്ഞായിരുന്നു. പക്ഷെ ഒരു റെഡ് കളറിൽ ഞങ്ങൾക്ക് ഏരിയയാണ് പറയുന്നത്, എന്തിനു പോലും അറിയില്ല. കിട്ടി ഇത് രണ്ടും. പിന്നെ കുറേയൊക്കെ ഞാൻ ചെയ്തിയാണെന്നേ. ഫ്രണ്ട്സ്, മെയിൻ കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഗേൾസിന് ഇഷ്ടപ്പെടും. അടിപൊളി എന്ന് പറയത്തില്ല, എത്ര സാധനങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ ക്രോഷ്യ വെച്ച് ഉണ്ടാക്കിയ കുറേ സാധനങ്ങളുണ്ട്. തലയിടുന്നതാ. ഒന്ന് ബുഷ് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 3 എണ്ണം ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരു ക്ലിപ്പാണ്, ഇതിങ്ങനെ നിൽക്കത്തുള്ളൂ ഫ്രണ്ട്സ്. ഇതിപ്പം ഗ്രീനും ബ്ലാക്കും വരുന്ന ഒരു ക്ലിപ്പാണ്. ഞാൻ കുത്തി കാണിച്ചു തരാം. ഇങ്ങനെ കുത്തുന്നതല്ല ശരിക്കും കുത്തുന്നത്. ഇങ്ങനെയാണ് കുത്തുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറിലാണ്. ഇങ്ങനെ ചാടി നിൽക്കത്തുള്ളൂ. കണ്ട
ഇതൊരു ക്ലിപ്പാണ്, കുത്തി കാണിച്ചു തരാം. കണ്ടോ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരു ബ്ലൂ ആണ് കുറച്ചുകൂടെ നല്ലതായിട്ട് ഉണ്ടാക്കിയത്. കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഈ ഒരു കഴിവിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളൊന്ന് ചെയ്തിട്ടേ പോവല്ല, ചെയ്തേക്കണേ, ചെയ്യണം. നിങ്ങളിപ്പോൾ പറയും, പിന്നെ നീ ആരാ പറയാൻ ചെയ്യാനെന്നൊക്കെ അല്ലേ? പ്ലീസ് ചെയ്യണേ. പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഒരു കമൻറ്റ് കൂടി ഇട്ടേക്കണേ. അല്ല വേണ്ടെങ്കിൽ ഇതെന്താ, പക്ഷെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് ബാക്കി ചെയ്താൽ മതി. എൻ്റെ ഒരു ആഗ്രഹമാണ്, ഒന്ന് സാധിച്ചു തരണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഈ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര പാട് അല്ലേ? എനിക്ക് പാടാട്ടോ. ഇതിപ്പം നിങ്ങൾ പറയും, ഓ ശരിയാണ് കൊച്ചു പറഞ്ഞത് ശരി. ഫ്രണ്ട്സ്, എനിക്കൊരു ഭാഗ്യമുണ്ട്, ഞാൻ സ്കൂളിൽ പോകുന്നില്ലെന്ന്. സ്കൂളിലേ പോകുന്നുള്ളൂ. നാളെ സാറ്റർഡേ ഫ്രൈഡേ, ഇന്ന് സെന്റ് തോമസ് ഡേ, അതിനൊരു അവധി തന്നെ. നാളെ സ്കൂളുണ്ട്. ചിലവര് പറയുന്നത്, അയ്യോ സൺഡേ കൂടെ ക്ലാസ് വെച്ചായിരുന്നേ നല്ലതായിരുന്നു. അത് പഠിക്കൂ, അത് അങ്ങനെ പറയുന്നത്. എനിക്ക് വയ്യ, നാളെ പോവാ വയ്യ, പക്ഷെ അമ്മ വിടും. ഞാൻ പറയുവേ, അമ്മ എനിക്ക് വയ്യമ്മേ, എനിക്ക് തല കറങ്ങുന്നമ്മേന്ന് പറയും. അപ്പം അമ്മ പറയും, എഴുന്നേറ്റ് പോടി, മര്യാദക്ക് സ്കൂളിൽ പോക്കണം. ഒരടവും ഇവിടെ നടക്കത്തില്ല മോളെ, ഒരടവും നടക്കത്തില്ല. അത്രേ ഉള്ളൂ. അപ്പം പറയുമ്പോൾ നമുക്ക് എനർജി കയറി വരും. അതെ, കാല് തൊട്ട് ഇങ്ങനെ പടച്ച് കയറി വരും. അത്രേ ഉള്ളൂ. അപ്പോൾ ക്രഷിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് ഡേ ഇൻ മൈ ലൈഫും അവധി കിട്ടണ്ടേ ഫ്രണ്ട്സ്? ഡേ ഇൻ മൈ ലൈഫൊക്കെ കിട്ടാനായിട്ട് അവധി കിട്ടിയിട്ട് വേണ്ടേ? ഞാൻ ബദനി സെൻട്രലിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് വേറെയുള്ള സ്കൂളിലേക്ക് വല്ല സാറ്റർഡേ. ഇന്ന് മണ്ണാർശാല സ്കൂളിലേക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് പോയിട്ട് നാളെ എനിക്ക് പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ, മറക്കരുത്. ബൈ.